ആശുപത്രി തന്നെ അവിടെ കുത്തിയിരിക്കാൻ എനിക്കൊരു നിർബന്ധവുമില്ല. അവിടെ ആവശ്യമുള്ളവര് ഇന്നിപ്പോ ന്യൂറോ സർജന്മാർ ഇഷ്ടം പോലെ തൃശ്ശൂരുണ്ട്. പക്ഷെ സ്വോത്രവും ഹല്ലേലൂയ പറയാൻ കേരളത്തിൽ ഒരു ന്യൂറോ സർജനെ ഉണ്ട്. അതുകൊണ്ട് ഈ ന്യൂറോ സർജൻ ഉണ്ടാതിരിക്കുക. ദൈവം നിനക്ക് നന്മ തന്ന അനുഗ്രഹത്തെ കെട്ടിപ്പിടിക്കാതെ അതിനെ വലിച്ചെറിഞ്ഞ് തന്നവനെ കെട്ടിപ്പിടിക്കാൻ ദൈവം ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ ദൈവം നല്ലവനാണ്, ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി നീ ശരണം പ്രാപിക്കുന്ന യേശുവിനെയാണ്, എന്റെ ദൈവത്തെയാണ്. നിന്റെ വിശ്വാസത്തെ ദൈവം കത്തിക്കുമാറാകട്ടെ. നീ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. അപ്പോൾ ദൈവം എന്നെ സ്പർശിക്കും. സാറായുടെ വിശ്വാസമാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. ഇത് മനസ്സിലാകണമെങ്കിൽ സാറായുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചേ പറ്റുള്ളൂ. ഇതൊരു ബിഗ് മിസ്റ്ററിയാണ്. God had to wait past the age till she attained maturity in her faith and gained strength to bear the fruits. ദൈവത്തിന് ഇവൾ പ്രായം ചെന്ന് അവളുടെ വിശ്വാസം വർദ്ധിച്ച് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കത്തക്കവണ്ണം കാത്തിരിക്കേണ്ടി വന്നു. ആ കാത്തിരിപ്പാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാത്തിരിപ്പ് ഇന്ന് രാത്രി നിർത്തുമാറാകട്ടെ. ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു മടങ്ങി വരവിന്. ദൈവം നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനും നീ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനും ദൈവം കഴിഞ്ഞ നീണ്ട വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ്. അത് ഇന്ന് സംഭവിക്കട്ടെ. എല്ലാ രീതിയിലും അത് ഇന്ന് രാത്രി സംഭവിക്കട്ടെ. നമുക്കിത് മനസ്സിലാക്കാൻ ഉൽപ്പത്തിയിലേക്ക് മടങ്ങി പോകാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 10ഉം 11ഉം വാക്യം വായിക്കാം. ജനസിസ് ചാപ്റ്റർ 18 വേഴ്സ് 10-11. വേഗം വേഗം വേഗം. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. ഇതാര് പറഞ്ഞതാണ്? ഇതാര് പറഞ്ഞതാണ്? ദൈവം പറഞ്ഞതാണ്. ദൈവത്തിന്റെ മടങ്ങി വരും. ഈ വിഷയം മനസ്സിലാക്കിയിട്ടല്ല ഞാൻ എനിക്ക് യാതൊരു കണക്ഷനും ഇന്റിമേഷനും ഉണ്ടായില്ല. ഡേറ്റ് എടുത്തേ പിന്നെ സ്ഥലം എനിക്ക് അറിയാവുന്ന ഒരു ഉദ്ദേശം ഇനി വരിക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തീം ഉണ്ടെന്ന് പോലും അറിഞ്ഞില്ല. I was so shocked that God gave me the same message, that God wants to come back to you just like you are wanting to go back to him. ദൈവം മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരുമോ? ഞാൻ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരുമോ? ഇതൊരു വലിയ വിഷയമുണ്ട്. ഒരു മിനിറ്റ് മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ഹാനോക്ക് ഇല്ലാതെയായി തീർന്നു. ദൈവത്തോടു കൂടെ നടക്കുന്ന മനുഷ്യൻ എന്ത് സംഭവിക്കും? ഇല്ലാതെയായി തീരും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഏദനിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എല്ലാ ദിവസവും മീറ്റ് ചെയ്യാനാണ് വെച്ചിരുന്നത്. ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ല, ആഴ്ച ഞായറാഴ്ചയല്ല, വെള്ളിയും ബുധനും ഞായറും അല്ല, എല്ലാ ദിവസവും. ഇപ്പോഴാണ് നമ്മൾ 3 ദിവസമാക്കി മാറ്റിയിരിക്കുന്നത്. അതും എത്ര പേര് ദൈവത്തെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. 2010 ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തെ കണ്ടവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഈ 2010 ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ ഈ പിരിക്കില്ല, ഈ സ്തോത്രം പറയില്ല. അത് ഈ സ്ഥലത്തെ കുലുക്കുന്ന സ്തോത്രമായി തീരും. നീ ഒരു അതിപന്തമായി രൂപാന്തരപ്പെടും. എന്തുകൊണ്ടാണ്? ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ ശക്തി ഈ മൺകൂടാരങ്ങളിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. മാസത്തിൽ ഒരിക്കൽ കണ്ടാൽ അതിനെക്കാട്ടിലും വ്യത്യാസമാണ്. അപ്പൊ മുഖത്തിന്റെ ഷേപ്പ് മാറും, അവന്റെ തേജസ് മാറാൻ തുടങ്ങും. ആഴ്ച ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിന്റെ തുണിയും കൂടെ മാറും. നിന്നെ തൊടുന്നവരോ നിന്റെ തുണിയെ തൊടുന്നവരോ ഒക്കെ സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങും. ദിവസവും കണ്ടു കഴിഞ്ഞാൽ നീ ഹാനോക്കിനെ പോലെ കാണാതെയായി തീരും. നമ്മൾ ദൈവവുമായി മടങ്ങി വരവിനായി, ദൈവവുമായി ഡെയിലി മീറ്റിംഗ് വിത്ത് ഗാഡ്, എല്ലാ ദിവസവും ഈ ജീവിതവും ദൈവത്തെ കാണുവാനും ദൈവശബ്ദം കേൾക്കുവാനും ദൈവസന്നിധിയിൽ ഇരിക്കുവാനും എല്ലാ ദൈവമക്കൾക്കും ദൈവം കൃപ കൊടുക്കുമാറാകട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും പേടിക്കണ്ട, പ്രായമുള്ളവരാണെങ്കിലും പേടിക്കണ്ട. ഇതിന് പ്രായമില്ല. ഏത് പ്രായത്തിലും ദൈവസന്നിധിയിൽ വരുവാൻ തുറന്ന കൃപാസനമുണ്ട്. ഹല്ലേലൂയ. ദൈവമേ, നീ എന്നോട് സംസാരിക്കണമേ, നിന്റെ ദർശനം എനിക്ക് മടക്കി തരണമേ. നിന്നെ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് എന്നെ പറഞ്ഞയക്കരുത് എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ഇരുന്നു കഴിഞ്ഞാൽ നീയും ദൈവവും എല്ലാ ദിവസവും ഒരുമിച്ച് നടക്കാൻ തുടങ്ങും. നിന്റെ ജീവിതം അനുഗ്രഹമായി തീരും. ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്ന തിയേറ്ററിൽ കയറുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ നീ എന്റെ കൂടെ വരണമേ. എത്ര അത്ഭുതങ്ങളാണ് കാണുന്നതെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ്? ആ സ്വർഗത്തിലെ അപ്പച്ചൻ എന്റെ കൂടെ വരുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു. ഞാൻ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി 1-2 കാര്യങ്ങൾ പറയാം. ഞാൻ പഠിക്കുന്ന കാലത്ത് പരീക്ഷയുടെ തലേദിവസം ഞാൻ വായിക്കുന്ന ക്വസ്റ്റ്യൻ 100% പിറ്റേ ദിവസം വരും. അതുകൊണ്ട് എന്റെ മുറിയിൽ എന്നും തിക്കും തിരക്കുവാൻ എന്താ വായിക്കുന്നതെന്ന് കാണാൻ. എന്റെ മകനോട് മെഡിക്കൽ എൻട്രൻസിന്റെ തലേദിവസം പറഞ്ഞു, മോനെ ഇങ്ങനെ ആയിരുന്നെന്ന് പറഞ്ഞോട്ടെ, അന്ന് പപ്പ നാളത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാൻ പറഞ്ഞു. ഞാൻ 3 മണിക്ക് ഉണ്ണാൻ വന്നപ്പോഴേ ഇവനത് കേൾക്കേണ്ടി. നാളത്തെ ക്വസ്റ്റ്യൻ ഞാൻ വേഗം ഉണ്ടച്ച് ഒരു 10-20 ക്വസ്റ്റ്യൻ പറഞ്ഞു. 20 ക്വസ്റ്റ്യനും വന്നു. 160 ക്വസ്റ്റ്യൻ 20 വന്നാൽ വല്ല കാര്യമുണ്ടോ?
തന്നെത്താൻ ദൈവത്തോട് ചോദിക്കുന്നതിന് 160 കിട്ടും. പപ്പാടി ചോദിച്ചാൽ 20 കിട്ടുള്ളൂ. MS പരീക്ഷ എഴുതാൻ പോകുമ്പോൾ തിയറി മുഴുവൻ കഴിഞ്ഞ് എല്ലാത്തിലും ദൈവം എന്നെ സഹായിച്ച് അടിപൊളിയായിട്ട് നടത്തി. എന്തുകൊണ്ടാൽ എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവസാനം ലാസ്റ്റ് പരീക്ഷയുടെ അന്ന് 2 മണിയായപ്പോ എന്റെ ഭാര്യ പറഞ്ഞു, ഇന്നെങ്കിലും നിങ്ങൾക്ക് നേരത്തെ കിടന്നൂടെ? ഞാൻ പറഞ്ഞു ഓക്കെ, നേരത്തെ കിടക്കാം. 2 മണിയായപ്പോ ഞാൻ കയറി കിടന്നു. രാവിലെ 9 മണിക്കാണ് പരീക്ഷ. 4 മണിയായപ്പോ തമ്പുരാൻ വിളിച്ചുണർത്തി. ഞാൻ ഇതുവരെയും വായിച്ചിട്ടില്ലാത്ത പ്ലാസ്റ്റിക് സർജറി ബുക്ക് എടുത്തേച്ച് ഈ ബോൺ, ചീക്ക് ബോണിന്റെ ക്യാൻസറിനെ കുറിച്ച് പഠിച്ചു. പൂട്ടി വെച്ചു, കിടന്നുറങ്ങി. 9 മണിക്ക് പരീക്ഷ ഹാളിൽ ചെന്നപ്പോൾ ആദ്യത്തെ ഷോർട്ട് കേസ് ഇതിന്റെ ക്യാൻസറാണ്. ഇതുവരെയും വായിച്ചിട്ടില്ല. മോൻ നേരത്തെ കിടന്നുറങ്ങി. എന്റെ മോൻ വായിക്കാതെ നേരത്തെ കിടന്നുറങ്ങി. അപ്പച്ചൻ ഉറക്കം വരുമോ? അപ്പച്ചൻ പറഞ്ഞു, മോനെ എഴുന്നേക്കണം, നീ വായിക്കാത്തൊരു കേസാണ് നാളെ നിനക്ക് വേണ്ടി വരുന്നത്, അതുകൊണ്ട് നീ പോയി വായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വേഗം പോയി വായിച്ചു. ഫസ്റ്റ് റാങ്ക് പാസ്സാകാൻ ദൈവം കൃപ തന്നു. ഇതുവരെയും കിട്ടിയ ഫസ്റ്റ് റാങ്ക് എന്റേതാണോ? തമ്പുരാൻ ഇങ്ങനെ കൈ തരുമ്പോ എന്റേതാണോ? അല്ല, എന്റെ ആയുസ് ദൈവത്തിന്റെ ദാനമാണ്. എന്റെ ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണ്. എന്റെ ഡിഗ്രി ദൈവത്തിന്റെ ദാനമാണ്. എന്റെ കുടുംബവും കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യേ നിൽക്കുന്നത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന് നിങ്ങളോട് ചിലതൊന്ന് പറയാനുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതും കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിലേക്ക് നിങ്ങളുടെ മടങ്ങി വരവ് അത്യാവശ്യമാണ്, അത്യാവശ്യമാണ്, അത്യാവശ്യമാണ്. എന്തിനധികം പറയണം? 1 വർഷത്തിന് മുമ്പ് ഇന്നും എന്റെ ക്ലിനിക്കൽ, എന്റെ OPD എന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഞാനിങ്ങനെ OPD ഇരിക്കുമ്പോൾ പേഷ്യന്റ് കയറി വരും. പരിശുദ്ധാത്മാവ് പറഞ്ഞു, കുഞ്ഞെ ഇത് പാർക്കിൻസൺസ് ഡിസീസ് അല്ല, നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലിസ്. മാത്യു ഉണ്ണി പഴഞ്ഞി ഇദ്ദേഹത്തിന്റെ പേര്. വലിയൊരു കൊമ്പം മീശയുണ്ട്, യാക്കോവാക്കാരനാണ്. കയറി വന്നു. 2 പേര് പിടിച്ച് താങ്ങി ഇങ്ങനെ വരുന്നത്. അവിടെ ഇരുത്തി. ഇത്രയും വലിയ കെട്ടുണ്ട്. 8-10 ന്യൂറോളജിസ്റ്റുമാർ നോക്കിയിട്ടുണ്ട്. 8 വർഷമായിട്ട് നടക്കാൻ വയ്യാതെ തളർന്ന് കിടക്കുക. പാർക്കിൻസൺസ് ഡിസീസ് എന്ന് ഡയഗ്നോസ് ചെയ്ത് അവരിങ്ങനെ മരുന്ന് കൊടുത്തോണ്ടിരിക്കുക. കയറി വന്നപ്പോഴേ തമ്പുരാൻ പറഞ്ഞതല്ലെന്ന്. ഞാൻ ഫയൽ തുറക്കേണ്ട ആവശ്യം വന്നില്ല. ഞാൻ ചോദിച്ചു, ഉണ്ണി CT സ്കാൻ ചെയ്തിട്ടുണ്ടോ? നിന്റെ തലയിൽ വെള്ളം കെട്ടിക്കിടക്കുക, നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ് ആണ്. തൊട്ടിട്ട് പോലും ഇല്ല. എന്റെ രോഗികൾക്കുള്ളൊരു പ്രശ്നം, ഞാൻ അധികം അവരെ തൊടാറില്ല. തൊടുന്ന ദൈവമാണ്. ചിലർക്കൊന്ന് ഡോക്ടർ ഉരുട്ടിയിട്ട് നോക്കിയെങ്കിലേ സമാധാനമാവുള്ളൂ. തമ്പുരാൻ തൊടാൻ ആഗ്രഹമില്ല. എവിടെ ചെന്നാലും ഡോക്ടർ തൊട്ടില്ലെന്ന് പറയും. ഡോക്ടർ തൊടേണ്ട കാര്യമില്ല, തമ്പുരാൻ തൊട്ടാ മതി. അല്ല, നീ തമ്പുരാനെ തൊട്ടാ മതി. എന്റെ നേഴ്സുമാരും സിസ്റ്റേഴ്സും പറയും, ഡോക്ടർ ഡ്രസ് ചെയ്യത്തില്ല, ഒരു പേഷ്യന്റെ ഡ്രസ്സിങ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ 7 ദിവസം കഴിയുമ്പോൾ തമ്പുരാൻ മുറിവ് കഴിക്കും. തമ്പുരാൻ കഴിക്കുന്ന മുറിവ് പൊത്തി നോക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. കഴിയാത്ത മുറിവുകളെയൊക്കെ ചെന്നിപ്പിക്കാനായിട്ട് അവിടെ വിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മുറിച്ച് കളയുന്ന ഒരു രോഗിയെ ഇന്നലെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്ന. കാല് മുഴുവൻ രക്തോട്ടം കുറഞ്ഞ് 85 വയസ്സുള്ള അമ്മച്ചി ആരോ പറഞ്ഞു, ഡോക്ടറിനൊക്കെ പോയാൽ മുറിക്കാൻ കാലം. ഞാൻ പറഞ്ഞു, ഞാൻ ന്യൂറോ സർജനാ, മുറിക്കുന്ന കാലിന്റെ ആളല്ല. പക്ഷെ ഇവിടുന്ന് കിടന്നോട്ടെ, മുറിക്കാതെ പോകുന്നൊക്കെ ആൾക്കാർ പറയുന്നത്. സ്കാൻ എടുത്തോണ്ട് വേഗം വന്നു. നോക്കിയപ്പോ നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ്. ഞാൻ ഷണ്ട് ചെയ്ത് ട്യൂബ് ഇട്ടു. ഈ മത്തായി, ഈ ഉണ്ണിയേട്ടൻ നടക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നടന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പോവാൻ. വൈഫ് ഒരു CPM കാരിയാണ്. ഉണ്ണിയേട്ടൻ അവിടുത്തെ യാക്കോബ പള്ളിയിലെ കൈക്കാരനാണ്. ഞാൻ ചെറുതായിട്ട് സുവിശേഷം പറഞ്ഞു. ഞങ്ങളുടെ അവിടെ വരുന്ന മിക്ക രോഗികളും സൗഖ്യം പ്രാപിക്കുക മാത്രമല്ല, യേശുവിനെ കാണുകയും ചെയ്യും. ചെറിയൊരു നഴ്സിംഗ് ഹോം ആണെങ്കിലും പ്രൈസ് ദി ലോർഡ്, അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രൈസ് ദി ലോർഡ്. ആരോ പോയി കേസ് കൊടുത്ത് അതിനകത്ത് മതമാറ്റം നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നൊക്കെ അവിടെ ആൾക്കാർ വന്ന് നോക്കി വെച്ചു. പക്ഷേ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉണ്ണിയേട്ടൻ നടക്കാൻ തുടങ്ങിയപ്പോഴത്തെ എല്ലാവർക്കും അത്ഭുതം. പഴഞ്ഞിലുള്ള തളർന്ന രോഗികളെല്ലാം കട്ടിലെന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി. ഈ തളർന്ന രോഗികളൊക്കെ നടത്താൻ പ്രത്യേക കൃപ ദൈവത്തിന് തന്നിട്ടുണ്ടെന്നറിയാം. അത് മാത്രമല്ല, ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്നതിന് ചെല്ലുന്നതിന് മുമ്പ് ഷേവ് ചെയ്ത് ക്ലീൻ ഷേവ് ആയിട്ട് തലമുടിയൊക്കെ ഡ്രോപ്പ് ചെയ്തിരിക്കുക. ഞാൻ ചോദിച്ചു, ഉണ്ണിയേട്ടൻ എന്ത് പറ്റി? മാത്യു എന്ത് പറ്റി? ഞാൻ ഇന്നലെ രാത്രി രക്ഷിക്കപ്പെട്ടു ഡോക്ടറെ. ഞാൻ ചോദിച്ചു, എങ്ങനെ രക്ഷിക്കപ്പെട്ടു? ദൂതന്മാരെന്നെ വന്ന് കണ്ടു. ഞാൻ പറഞ്ഞു, ഇവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് മുഴുവൻ ദൂതന്മാരാണ്. അവിടെ ഡ്യൂട്ടി ഡോക്ടറെ 10 വർഷമായിട്ട് 5 വർഷമായിട്ട് ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ദൂതന്മാരാണ്. ദൈവമക്കളുടെ സേവക്കാരായി നമ്മളെ നോക്കുന്ന ദൂതന്മാരുണ്ടെങ്കിൽ നമ്മുടെ ആശുപത്രി നോക്കുന്നത് അവർ തന്നെയാണ്. ഇതൊക്കെ വെറും കെട്ടുകഥ പോലെ കേട്ട് എഴുന്നേറ്റ് പോകുന്ന വിശ്വാസിയെ നീ ദൈവത്തിന്റെ ഫൈനലായി നിന്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇന്ന് രാത്രി ദൈവത്തിലേക്ക്
നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ നീ വിഷമിക്കുന്നുവെങ്കിൽ വിശ്വാസത്തോടെ ഇന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കഥ പറഞ്ഞാൽ പിന്നെ എനിക്ക് ബാക്കിയൊന്നും പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. ഉണ്ണിയേട്ടൻ ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് CPM-ൽ ആരാധിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം വലിയ വിഷയത്തിലേക്ക് വലിയ വിഷയം. അതുകൊണ്ട് സാക്ഷ്യം മാത്രം പറഞ്ഞു പോയാൽ ഒന്നും വരില്ല. പറഞ്ഞു ഞാനൊരു മടങ്ങി വരവ് വരും. അടുത്ത വർഷം സമയവും തന്നിട്ടുണ്ട്. ചെറുക്ക് 10 വർഷത്തെ ഗ്യാപ്പാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. കർത്താവെ മടങ്ങി വരണ്ടെന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് എന്റെ വീട് പണി തന്നോണ്ടിരിക്കുക, അതിന്റെ ഇടയ്ക്ക് നീ പണി തന്നാ ഞാനിങ്ങനെ നിങ്ങളുടെ കാര്യം അന്വേഷിക്കുന്നു. സാധാരണ ഗസ്റ്റ് വന്നിട്ട് വന്നാൽ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. പിന്നെ കർത്താവ് മടങ്ങി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മോടെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കാതെ അതിനിടയ്ക്ക് നീ വന്ന് ശല്യം ചെയ്യരുത്. ഈ ആഴ്ചയും വേണ്ട, അടുത്ത ആഴ്ചയും വേണ്ട, ജാനുവരി മതി. ഇന്ന് എന്നോട് വിളിച്ചു ചോദിച്ച എല്ലാ അപ്പോയിന്റ്മെന്റ് 25-30 പേരോട് പറഞ്ഞ് ജാനുവരി അവസാനം മതി എന്ന് പറഞ്ഞ പോലെ. കർത്താവെ നീ ഇപ്പോഴെങ്കിലും വരില്ലേ? ഇപ്പൊ കൺവെൻഷൻ സീസൺ, എനിക്കിപ്പോ ആരെയും കാണാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ജാനുവരി വന്നാൽ മതി. നമ്മൾ വളരെ കാര്യങ്ങളിൽ വ്യത്യാസമാണ്. എന്തുകൊണ്ടാണ് ഈ മടങ്ങി വരവ് താമസിച്ചത്? എന്തുകൊണ്ടാണ് കർത്താവിന് വരാൻ സാധിക്കാതിരുന്നത്? ഇതൊക്കെയാണ് എന്റെ വിഷയം. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കടന്നു വരാം. വീണ്ടും വായിച്ചേ. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. മകൻ ഉണ്ടാകണമോ മടങ്ങി വരണം? മകൻ ഉണ്ടാകണമോ മടങ്ങി വരണം? മകൻ ഉണ്ടാകണമോ മടങ്ങി വരണം? ഇനി മക്കൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരും കൈവക്കുന്നത് ഇവിടുത്തെ മക്കളുടെ കാര്യമല്ല, ആത്മീയ മക്കളുടെ കാര്യമാണ്. അത് ചെലവ് കൂടിയോണ്ട കൈവക്കാത്ത ഇനി മക്കൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ കാര്യം ഇപ്പൊ എല്ലാം 1, 2 പറഞ്ഞാൽ നിൽക്കുന്നത്. ദൈവം 10, 15 ആയിക്കോന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടല്ലേ വിശ്വാസം അറിയാത്തത്. ഒരു കുഞ്ഞിനെ നോക്കാൻ ആർക്കാ വയ്യാത്തത്? 10 കുഞ്ഞുങ്ങൾ വരുമ്പോഴാണ് വിശ്വാസം പഠിക്കുന്നത്. തമ്പുരാന്റെ പ്രമാണം അതാണ്. അത് മാറ്റി പഠിപ്പിക്കുന്നതുകൊണ്ടാണ് എല്ലാ കുഴപ്പങ്ങളും. അത് ഗവൺമെന്റാണ് പഠിപ്പിക്കുന്നത്, ദൈവം തമ്പുരാനല്ല പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവമക്കളുടെ എണ്ണം കുറയാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിപ്പോ പറയുന്ന വിഷയം അതല്ല, അതിൽ ഞാൻ വിട്ടുമാറട്ടെ. ഞാൻ പറയുന്ന വിഷയം ആത്മീയ ശിശുക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കാണ് ദൈവത്തെ. അതിന് പ്രായ വ്യത്യാസമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പച്ചയായ സാറയെ മാറ്റി വിശ്വാസത്തോടെ ഒരു കുഞ്ഞിനെ കൊടുക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചന് സാധിച്ചുവെങ്കിൽ ഇതുവരെ ഒരു കുഞ്ഞിനെ കാണാത്ത വിശ്വാസിയെ നിന്റെ വിശ്വാസ മാതാവാക്കി തീർക്കുവാൻ, വിശ്വാസികളുടെ മാതാവാക്കി തീർക്കുവാൻ, വിശ്വാസികളുടെ മാതാവാക്കി തീർക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തെ, നിന്റെ ദേശത്തെ, നിന്റെ ചുറ്റുപാട് ചിലരൊന്ന് പറക്കണം. നിന്നിലൂടെ, നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ, നിങ്ങൾ വ്യാപരിക്കുന്ന ദൈവസ്നേഹത്തിലൂടെ, നിങ്ങൾ വ്യാപരിക്കുന്ന ദൈവസ്നേഹത്തിലൂടെ. ഹല്ലേലൂയ. നീ മകനെ പ്രസവിക്കും. അടുത്ത വാക്യം. സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. ഈ ദൈവത്തിനുള്ള ഒരു ഗുണം എന്താണെന്നറിയാമോ? അൾട്രാസൗണ്ട് ഇല്ലാതെ ജന്മത്തിന് മുമ്പ് തന്നെ മകനാണോ മകളാണെന്നോ തീരുമാനിക്കാൻ പറ്റും. നമുക്ക് ജനിച്ച ശേഷം അൾട്രാസൗണ്ട് വഴി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ തമ്പുരാൻ ഒരു ഗുണമുണ്ട്, ജനിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കാം. അത്ഭുതവും ഭയങ്കരമായി സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിന്നെ സ്തുതിക്കുന്നുവെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു എന്റെ സാക്ഷ്യത്തിൽ. വേറൊരു വിഷയം എന്നെ എപ്പോഴും ഞെട്ടിച്ചിരുന്നു. ഞാൻ ഭിന്നാകാരമായിരുന്നപ്പോഴേ ദൈവം എന്നെ കണ്ടു. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ മനസ്സിലാക്കി. ഇതൊക്കെ എന്തോ പ്രശ്നം പറ്റിയില്ല എന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഈയിടെ എനിക്ക് പിടികിട്ടി എനിക്ക് ആ പ്രശ്നം പറ്റിയത് ബൈബിളിലല്ല. എങ്ങനെ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം എന്നെ കാണുന്നത്? പുഷ്പഗിരി ഹോസ്പിറ്റലിന്റെ ഒരു മോഡൽ ഉണ്ടാക്കുന്ന തിരുവല്ലയിലെ ഒരു എഞ്ചിനീയറുടെ വീട്ടിൽ കയറി ചെന്നപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയും തിയേറ്ററും അതിന്റെ ഗാർഡനും അതിന്റെ ഹോസ്റ്റലും അതിന്റെ ലൈബ്രറിയും അതിന്റെ എല്ലാ ഭാഗങ്ങളും അടിപൊളിയായിട്ട് കമ്പ്യൂട്ടറിൽ എന്നെ കാണിച്ചപ്പോഴാണ് സാധനം ഉണ്ടാകുന്നതിന് മുമ്പേ കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. ദൈവത്തിന്റെ സൂപ്പർ കമ്പ്യൂട്ടർ